വെൽക്കം ടു ഷോബീസ് ഗ്ലിംസസ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമായ വേദഭാഗം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 24 മുതൽ 26 വരെ. അവിടെ യേശു പീലാത്തോസിന് മുമ്പിൽ എന്നുള്ളതിൻ്റെ ഭാഗം 4 നമുക്ക് ശ്രദ്ധിക്കാം. Referring Bible verses in English. 24th verse. When Pilate saw that he was accomplishing nothing, but rather that a riot was starting, he took water and washed his hands in front of the crowd, saying, I am innocent of this man's blood. See to that yourselves. 24th verse. And all the people said, His blood shall be on us and on our children. 26th verse. Then he released Barabbas for them, but after having Jesus scourged, he handed him over to be crucified. Referring Bible verses in Malayalam. 24-ാം വാക്യം. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ കഴുകി. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. 25-ാം വാക്യം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. 26-ാം വാക്യം. അങ്ങനെ അവൻ ബറബ്ബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു, യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പല പ്രവചനങ്ങളുടെ നിവൃത്തീകരണമാണ് നമുക്ക് ഈ ഭാഗത്ത് പ്രധാനമായും ദർശിക്കാൻ സാധിക്കുന്നത്. 24-ാം വാക്യം. പീലാത്തോസിന്റെ കുമ്പസാരം. 24-ാം വാക്യം ആവർത്തനം 21-ന്റെ 6 മുതൽ 8 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണത്തിന്റെ നിവൃത്തീകരണമാണ്. ദാവീദ് പ്രവചനാത്മാവിൽ എഴുതിയ സങ്കീർത്തനം 26-ന്റെ 7 യഹോവയിൽ ആശ്രയം വെക്കാൻ ആഹ്വാനം ചെയ്യുമ്പോൾ പീലാത്തോസ് ഇവിടെ മനുഷ്യനിൽ ആശ്രയിക്കുകയാണ്, അഥവാ യഹൂദ വിശ്വാസത്തിന് കീഴ്പ്പെടുകയാണ്. റോമൻ രാജനീതി പ്രകാരം യേശു കുറ്റക്കാരനല്ല. അതിനാൽ പീലാത്തോസ് ന്യായാധിപൻ എന്ന നിലയിൽ യേശുവിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് കൈ കഴുകി. അതുവഴി താൻ സ്വയം നീതിയിരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അവിശ്വാസിയായ പീലാത്തോസ് ഒരു പ്രവചന നിവൃത്തീകരണം എന്നവണ്ണം തന്റെ കൈകൾ കഴുകുക വഴി താൻ അറിയാതെ യേശുവിന്റെ യാഗപീഠത്തെ വലം വയ്ക്കുകയാണ് ചെയ്തത്. മത്തായി 26-ന്റെ 5 കാണുന്ന പ്രകാരം ഒരു കലഹമുണ്ടാക്കാതെ ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കാനും പീലാത്തോസ് ശ്രമിച്ചു കാണും. അതുപോലെ മത്തായി 27-ന്റെ 4 അവിശ്വാസിയായ മറ്റൊരു വ്യക്തിയെ നാം പരിചയപ്പെടുന്നു. അത് യേശുവിന്റെ പണസഞ്ചി സൂക്ഷിപ്പുകാരനായ ഇസ്കറിയോത്താ യൂദയാണ്. അദ്ദേഹം വിശ്വസിച്ചത് യേശു ദൈവമായതുകൊണ്ട് താൻ ഒറ്റിയാലും അതിനെ അവൻ അതിജീവിക്കുമെന്നാണ്. മാത്രവുമല്ല, താൻ കൈപ്പറ്റിയ പണസഞ്ചി തന്റെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. പക്ഷെ സംഭവിച്ചത് മറിച്ചാണ്. യഹൂദന്മാർ യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. അതിൽ മനം നൊന്ത് യൂദ പണസഞ്ചി തിരിച്ചേൽപ്പിക്കാൻ മഹാപുരോഹിതന്മാരെയും മൂപ്പന്മാരെയും ചെന്ന് കാണുന്ന ഭാഗമാണ് പ്രസ്തുത വേദഭാഗം. അതിന് മറുപടിയായി സ്വയം നോക്കിക്കൊള്ളുവാൻ യൂദയ്ക്ക് ഉത്തരം ലഭിച്ചു. 25-ാം വാക്യം. ചിന്തപ്പെടുന്ന രക്തം ശാപമോ രക്ഷയോ. യോശുവ 2-19 പരാമർശിച്ചിരിക്കുന്ന ഒരു സത്യ ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് 25-ാം വാക്യം. സത്യത്തിൽ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ വിശ്വാസികളായിരുന്നു. അതുകൊണ്ട് അവർക്ക് അറിയാമായിരുന്നു യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം വഴി ശാപമല്ല അനുഗ്രഹമാണ് അവർക്ക് ഭവിക്കുക എന്ന്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 5-28 പരാമർശിക്കുന്ന ഉണ്ടായേക്കാവുന്ന ശാപത്തെ ഉൽപ്പത്തിയിൽ 4-10 വിശ്വാസത്തിന്റെ പേരിൽ സഹോദരനെ കൊന്ന കയ്യനോട് ദൈവം കാരണം ചോദിക്കുന്ന ഭാവവുമായി ബന്ധപ്പെടുത്താം. ഹാബേലിന്റെ രക്തത്തിന്റെ ശബ്ദം തന്നോട് നിലവിളിക്കുന്നതായി ദൈവം ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. അതുപോലെ തങ്ങൾ ക്രൂശീകരിച്ച യേശുക്രിസ്തുവിന്റെ രക്തം തങ്ങളോട് നിലവിളിക്കുക വഴി, അതായത് സുവിശേഷം കേട്ട ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് കരുതി അത് തങ്ങൾക്ക് കാരണമായേക്കാം എന്ന് മഹാപുരോഹിതന്മാർ കരുതി. 26-ാം വാക്യം. പകരക്കാരനും ശിക്ഷയും. മറ്റൊരു പ്രവചന പൂർത്തീകരണം നമുക്ക് 26-ാം വാക്യത്തിൽ ദർശിക്കാൻ സാധിക്കും. അത് യെശയ്യാവ് 53-5 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ കഷ്ടങ്ങൾ സഹിക്കുന്ന ഒരു പകരക്കാരനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പകരക്കാരൻ വഴി നമുക്ക് മോക്ഷം ലഭിക്കുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പകരക്കാരൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. മനുഷ്യന് കീഴ്പ്പെടുന്ന ഒരു അധികാരിയെ നാം യോഹന്നാൻ 19:1 ദർശിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ആ കീഴ്പ്പെടൽ വഴി ദൈവഹിതം അവിടെ നിവൃത്തീകരിക്കപ്പെടുകയായിരുന്നു എന്ന് നമുക്ക് ഈ സുവിശേഷത്തിന്റെ അവസാനത്തിൽ കാണാൻ സാധിക്കും. Summary of the referred Bible verses. We have access to eternal life and salvation through the substitute Jesus Christ. God has made it possible through His Son, through His crucifixion and ascension. It is all we have to believe. Hebrews 11:1 says that Now faith is the assurance of things hoped for, the conviction of things not seen.
Then in Hebrews 11:3, it is recorded that by faith we understand that the worlds were prepared by the word of God, so that what is seen was not made out of things which are visible. വിവരിച്ച വേദഭാഗത്തിന്റെ രത്നചുരുക്കം. യേശുക്രിസ്തു എന്ന പകരക്കാരൻ വഴിയാണ് നമുക്ക് നിത്യജീവനിലേക്കുള്ള മോക്ഷപ്രാപ്തി ലഭിച്ചത്. ദൈവം അത് തന്റെ പുത്രനിൽ കൂടി അവന്റെ ക്രൂശീകരണവും ഉയർപ്പും വഴി സാധ്യമാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് നാം വിശ്വസിച്ചാൽ മാത്രം മതി. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു എന്ന്. തുടർന്ന് എബ്രായർ 11:3 ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നുവെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. മൈ ടെസ്റ്റിമണി അഥവാ എന്റെ സാക്ഷ്യം. ബ്ലസ്ഡ് ആർ ദേ ഹു ഡിഡ് നോട്ട് സീ ആൻഡ് യെറ്റ് ബിലീവ്ഡ്. ദ സെയിം. കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. മേ ഗോഡ് ബ്ലസ് യു. Everyone please subscribe, comment, like and share my channels, Moonities, Bible Glimpses and General Awareness.